ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രതീഷിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അമ്മയും മകനും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. പ്രതീഷിന് സുമിത്രയോടും അതുപോലെ അനിരുദ്ധിനോടും വെറുപ്പാണ്, അത് നമ്മൾ വളർത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇന്നെന്തായാലും വക്കീല് നല്ലൊരു വാർത്ത തന്നെയാണ് തന്നത്. എൻ്റെ വിജയത്തിലേക്കുള്ള ആ ഒരു ആദ്യത്തെ പടിയാണിതെന്നൊക്കെ പറഞ്ഞ് രഞ്ജിത ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് പറയണം. എന്നിട്ട് രഞ്ജിത വലിയ സ്വപ്നമൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നടക്കുമോ അമ്മേ? അതോ പൂജ ഇതൊക്കെ നടന്നു കഴിയുമ്പോൾ അമ്മയ്ക്കൊപ്പം പോകുമോ? ഇതെല്ലാം കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ പ്രതീക്ഷും അവരോടൊപ്പം നിൽക്കുമോ അതോ നമ്മളോടൊപ്പം നിൽക്കുമോ? എന്താ അമ്മേ, അതിനകത്ത് എന്താ സംഭവിക്കുക എന്ന് രഞ്ജിതയോട് മകൻ ചോദിക്കുന്നു. അപ്പോൾ പൂജയും പ്രതീക്ഷുമാണല്ലോ ഇവരുടെ ലക്ഷ്യം. ഇവർ രണ്ടുപേരും നമ്മളിലേക്ക് വരുമോയെന്നാണ് മകൻ അറിയേണ്ടത്. മോനെ, ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ ശത്രുക്കളായി കഴിഞ്ഞാലേ അവർ പിന്നെ ആജന്മ ശത്രുക്കളായി മാറുമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർ തമ്മിലുള്ള ഈഗോ പരസ്പരം കൊല്ലുന്ന വൈരാഗ്യമായി വളരും. അപ്പോൾ നമ്മൾ അതുമാത്രം നോക്കിയാൽ മതി. ഒരു കല്ലടുപ്പിലെ 3 കല്ലുകൾ പോലെ ഒരുമിച്ച് നിന്നവരാ ആ അമ്മയും മക്കളും. അതിൽ നിന്നൊരു കല്ല് അടർന്ന് വീണാലോ അമ്മേ? പക്ഷേ നമ്മൾ പ്രതീക്ഷയിലേക്ക് വിഷം കുത്തിവെച്ചാലും ആ ഒരു ദേഷ്യം ഇതൊന്നും അനിരുദ്ധേട്ടൻ്റെ മനസ്സിലിപ്പോൾ നിലവിലില്ലല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. 3 അടുപ്പുകല്ലിൽ 1 പിഴുതു പോയാലേ അതുകൊണ്ട് എന്ത് ഗുണമാണ് ഉള്ളത്? എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നും പഴയതുപോലെ ആവില്ല, ശരിയല്ലേ എന്ന് ചോദിച്ചു. പറിച്ചെടുക്കും ഞാൻ, അതുപോലെ തന്നെ ഞാൻ പറിച്ചെടുത്ത് മാറ്റിയിരിക്കും പ്രതീഷിനെ. പിന്നെ സുമിത്രയ്ക്ക് അവനെ ഒന്ന് കണി കാണാൻ പോലും കിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണേ. അങ്ങനെ അതും പറഞ്ഞ് അമ്മ അങ്ങ് പോണു. പിന്നെ അവളുടെ മെസ്സേജുകൾക്ക് മറുപടി ഒന്നും അയക്കാൻ മറക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് അങ്ങ് പോണു. മകനാണെ ഭയങ്കര സന്തോഷവാനായിട്ട് അവിടെ അങ്ങനെ നിൽക്കുക. എന്തായാലും ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ദീപുവിനെയാണ്. ദീപു ആണെങ്കിൽ കുടിച്ച് തലയ്ക്ക് വെളിവില്ലാതെ അവിടെ നിന്ന് കിടക്കുക. എന്നിട്ട് എടി ചിത്രേ, അപ്പോൾ ആരോ കോളിംഗ് ബെൽ വന്ന് അടിച്ചു. എടി ചിത്ര ആരാന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ചിത്ര വന്ന് നോക്കുന്നു. അപ്പോൾ ഭർത്താവ് ഇവിടെ കുടിച്ച് കിടപ്പുണ്ട്. ചിത്രയെന്ന് വാതിൽ തുറന്നപ്പോൾ കാണുന്നത് ചേച്ചിയും പൂജയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ച് വളരെ സന്തോഷത്തോടെ നമ്മുടെ ചിത്ര കയറി വാ ചേച്ചി എന്നും പറഞ്ഞ് അകത്തേക്ക് വിളിക്കുന്നു. അപ്പോൾ ചിത്രയും കൂട്ടി ഇവരകത്തേക്ക് കയറി വരിക. ചേച്ചിയെ കണ്ടപ്പോഴത്തേക്കും ദീപു ഇങ്ങനെ നോക്കുക കേട്ടോ, ആരാ എന്തെന്നൊക്കെയുള്ളൊരിതിൽ. അപ്പോൾ ചേച്ചിയെ കണ്ടപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റു. ചേച്ചിയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇതാ ചേച്ചി ഇവിടുത്തെ വിശേഷം എന്ന് ദീപുവിനെ കാണിച്ചു കൊടുത്ത് ചിത്ര പറയുന്നു. ദീപുവിന് ചേച്ചിയുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. ദീപു ഇങ്ങനെ കള്ളനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ എന്തായാലും ചേച്ചി ഇപ്പോൾ വന്നതുകൊണ്ട് ആളെ കാണാൻ പറ്റി. കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ വല്ല ബാറിലും പോയി തപ്പേണ്ടി വന്നേനെന്ന് ചിത്ര പറയാം. അപ്പോഴേക്കും ദീപു ഇങ്ങനെ കള്ളനെ പോലെ വീണ്ടും ഇരുന്നിങ്ങനെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് ചേച്ചിയുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ദീപു എഴുന്നേറ്റ് പോകാൻ നോക്കുമ്പോൾ ദീപു നീ അവിടെ നിൽക്കാൻ പറഞ്ഞു സുമിത്ര. നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ സംസാരിക്കും, ഞാൻ കുടിക്കാൻ എടുക്കാമെന്നും പറഞ്ഞ് നമ്മുടെ ചിത്ര അകത്തേക്ക് കയറി പോവുക. വാ പൂജയെന്നും പറഞ്ഞ് പൂജയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി ചിത്ര. ഈ സമയത്ത് നീ കുടിച്ചിട്ടുണ്ടോയെന്നാണ് ചോദിച്ചതെന്ന്. അപ്പം ചെറുതായിട്ട് കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സുമിത്ര എന്തിനാ അന്താളിച്ച് ഇവനെ ഇങ്ങനെ നോക്കുക. അതല്ലാതെ ഇപ്പം പറ്റുന്നില്ല ചേച്ചി, അതാ കുഴപ്പമെന്ന് പറഞ്ഞു. അപ്പോൾ കുടിച്ചാൽ നിൻ്റെ സങ്കടങ്ങളൊക്കെ മാറുമോ എന്ന് ചോദിച്ചു. നീ ചെയ്ത് കൂട്ടിയതൊക്കെ മാറുമോ എന്ന് ചോദിച്ചു. നീ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒച്ചയെടുത്തു. അവിടെ അങ്ങോട്ട് ഇരുന്നു. അന്നേരത്തേക്കും സുമിത്ര എന്ന് അടുത്തും ഇരുന്നു. ചേച്ചിയുടെ മുഖത്ത് നോക്കുന്നില്ല, ഇങ്ങനെ തല കുനിച്ച് തന്നെ ഇരിക്കുക. ഇനി പറയോ, എന്താ നിൻ്റെ പ്രശ്നം? നീ പറയാൻ പറഞ്ഞു സുമിത്ര. അന്നേരവും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ദീപു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ദീപു നിന്നോടാ പറഞ്ഞതെന്ന് സുമിത്ര പറയുമ്പോഴേക്കും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം കാണിക്കുന്നത് പ്രതീഷിനെയാണ്. അതുപോലെ പ്രതീഷിൻ്റെ അടുത്തേക്ക് നമ്മുടെ രഞ്ജിത ചെന്നിരിക്കുന്നു. ഒരുപാട് കാശ് ചിലവാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് രഞ്ജിതയോട് പറയണം. എന്നെങ്കിലും ഞാനതൊക്കെ തിരിച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ എന്താ പ്രതീക്ഷ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? പണത്തിൻ്റെ കണക്കുകളാണോ നമ്മുടെ ബന്ധങ്ങളെ അളക്കുന്നത്? ഇതെൻ്റെ കടമയാണ്, അതാ ഞാൻ ചെയ്തോളൂ. ചില കടലാസു പണികൾ മാത്രമേ ബാക്കിയുള്ളൂ, അത് കഴിഞ്ഞ് നിനക്ക് പുറത്തിറങ്ങാമെന്ന് രഞ്ജിത പറയണം. ജാമ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയായി കഴിഞ്ഞെന്നും പറഞ്ഞു. പ്രതീക്ഷിന് വളരെ സന്തോഷമായിട്ടോ. പുറത്തിറങ്ങിയ ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ നിനക്ക് പറ്റിയൊരു ജോലിയും ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി തന്നെ വേണം നീ നിൽക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. പക്ഷേ ഇനി ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാമെന്ന് നമ്മുടെ പ്രതീക്ഷ പറയാം. അത്രമാത്രം കടപ്പാടുണ്ട് എനിക്ക് നിങ്ങളോട്. പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പം സുമിത്രയോടുള്ള നിൻ്റെ കാഴ്ചപ്പാട് അത് മാറണം എന്നുള്ള കാര്യങ്ങൾ പറയുവാണ്. സുമിത്ര ഇതുവരെ നിന്നെ കാണാൻ വന്നിട്ടില്ല.
നിന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ ഒന്നും ചെയ്തിട്ടും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രതീക്ഷ ഒന്നും മിണ്ടാത്ത തല കുനിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. പക്ഷേ സുമിത്ര അവൾ നിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞപ്പം അതിന് അമ്മ ഇപ്പം ജീവിച്ചിരിപ്പില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു കരയോ. മരിച്ചു പോയ ഒരാളോട് ഞാൻ എന്ത് പറയാനാണ് എന്ന് ചോദിച്ചു. എങ്ങനെ പറയാനാണെന്നൊക്കെ ചോദിച്ച് കരഞ്ഞപ്പോഴേക്കും രഞ്ജിതി അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക. മരിച്ചു പോയെന്നോ, നിന്നോട് ആരാ ഈ പറഞ്ഞതെന്ന് ചോദിച്ചു. സുമിത്ര ശ്രീനിലയത്തിലുണ്ട് എന്ന് പറയുമ്പോഴേക്കും ദേ നമ്മുടെ പ്രതീക്ഷ ഞെട്ടി. മരിച്ചു പോയി എന്ന് കേട്ട അമ്മ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ അത്. അങ്ങനെ ഞെട്ടലോടെ പ്രതീക്ഷ അത് കേട്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ എന്താ പറഞ്ഞേ, അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നോ, എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നോ? അപ്പം ഇല്ല, വെറുതെ പറയുകയാണെന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷ നേരം പറഞ്ഞു. പ്രതീക്ഷ ഞാൻ സത്യമാണ് പറഞ്ഞത്, എൻ്റെ ഏട്ടൻ എന്നോട് പറഞ്ഞതാ, എൻ്റെ അനിരുദ്ധേട്ടൻ എന്നോട് പറഞ്ഞതാണെന്നൊക്കെ പറയുമ്പം അവിടെ അനിരുദ്ധുണ്ട്, സിദ്ധാർത്ഥൻ്റെ അമ്മയുണ്ട്, അനന്യയും ശീതളും എല്ലാവരും ഉണ്ട്. എല്ലാവരും ചേർന്ന സന്തോഷത്തോടെയാണ് അവിടെ ജീവിക്കുന്നത്. നിന്റെ അച്ഛൻ പരമശിവത്തിൻ്റെ കയ്യിൽ നിന്ന് ആ വീട് സുമിത്രയുടെ പേരിൽ തിരികെ വാങ്ങിക്കൊടുത്തിട്ട് പോയിരിക്കുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞു. അങ്ങനെ കഥകളൊക്കെ പ്രതീക്ഷ അറിയുമല്ലേ. ഞാൻ കരുതി പ്രതീഷിനോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാകുമെന്ന്. അതെന്താ പറയാതിരുന്നത്? അപ്പോൾ സുമിത്ര ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇതുവരെ നിനക്ക് അറിയില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല, ആരും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ലെന്നുള്ള കാര്യങ്ങൾ പറയണു പ്രതീക്ഷ. അന്നേരം ഇത്രയും നാള് ഞാൻ ജയിലിലായിരുന്നിട്ടും എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. ഒരിക്കൽ പോലും അമ്മ എന്നെ കാണാൻ വന്നില്ലെന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷ ഇങ്ങനെ കരയുക. അപ്പം ഞാൻ എൻ്റെ അമ്മ മരിച്ചു പോയെന്നാണ് കരുതിയിരുന്നതെന്നൊക്കെ പറഞ്ഞു. ഓ അത് ശരി, അപ്പോൾ അനിരുദ്ധ് പറഞ്ഞു കാണുമെന്ന് കരുതിയാ ഞാനിതുവരെ നിന്നോടൊന്നും പറയാതിരുന്നത്. ഇതിനകത്ത് ഇങ്ങനെയുള്ള കളികളൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും വളരെ ഹാപ്പിയാ. എന്നാലും അനിരുദ്ധ് ചെയ്തത് വളരെ മോശമായി പോയി. അത് നിന്നോട് ഒന്ന് പറയേണ്ടതായിരുന്നു. അവൻ ചെയ്തത് എന്താ അങ്ങനെ? അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു. നീയൊരു ക്രിമിനൽ ആയതുകൊണ്ടായിരിക്കും എന്ന് പറയണു. അപ്പോൾ പ്രതീക്ഷ ഇങ്ങനെ നോക്കുവാണേ. പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ, ജയിലിൽ കിടന്നവനല്ലേ. അപ്പോൾ അതുകൊണ്ട് കുടുംബത്ത് കയറ്റാൻ കൊള്ളില്ല എന്ന് തോന്നിക്കാണും. സ്വന്തം സഹോദരനാണെന്ന് പറയാൻ നാണക്കേടുണ്ടായി കാണും. അതുകൊണ്ടായിരിക്കും നിന്നോട് കഥകളൊന്നും പറയാതിരുന്നത്. ശ്രീനിലയത്തിലുള്ളവർ മനുഷ്യബന്ധങ്ങളെക്കാൾ ദുരഭിമാനത്തിനല്ലേ പണ്ടും വില കൽപ്പിച്ചിട്ടുള്ളതെന്നൊക്കെ ചോദിക്കുവാണ് ഈ രഞ്ജിത. സുമിത്രയും അത് തന്നെ ആവർത്തിച്ചെന്ന് മാത്രം, അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അല്ലെങ്കിലേ സ്വന്തം മകൻ ജയിലിലാണെന്ന് അറിഞ്ഞാൽ ഒന്ന് കാണാനെങ്കിലും വരാതിരിക്കുമോ? അങ്ങനെ ഏതൊരമ്മയും ചെയ്യില്ലേ? നിന്നെ പുറത്തിറക്കാൻ ശ്രമിക്കാതിരിക്കുമോ? ഇതൊന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്താ? പിന്നെ പോട്ടെ, ഇതൊന്നും പറഞ്ഞിട്ട് എനിക്ക് ആരുമില്ല പ്രതീക്ഷ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്തായാലും നീ ജയിലിൽ കിടന്നവനാണെന്നും നിന്നെ പുറത്തിറക്കാനും നിൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ നിൻ്റെ ഏട്ടന് ദുരഭിമാനമാണെങ്കിലും എൻ്റെ രോഹിത്തേട്ടൻ മകനെ പോലെ കരുതിയ നിന്നെ ഞാൻ കൈവിടില്ല. നിന്നെ ഞാൻ ചേർത്ത് പിടിക്കും. നിന്നോട് എങ്ങനെ പെരുമാറിയാലും നീ അവരോട് ആരോടും അതൊന്നും കാണിച്ചേക്കരുത് കേട്ടോ. പകയോ വിദ്വേഷമോ ഒന്നും നീ കാണിച്ചേക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കണം. സുമിത്ര എത്രയൊക്കെ ആയാലും നിൻ്റെ അമ്മയാണ്, അനിരുദ്ധ് നിൻ്റെ ജ്യേഷ്ഠനും. എന്തിന് ഇങ്ങനൊരു അമ്മയും ജ്യേഷ്ഠനും എന്ന് പ്രതീക്ഷ നേരം ചോദിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്നും. എല്ലാവരെയും എനിക്ക് മനസ്സിലായി. സമൂഹത്തിന് മുന്നിൽ ഞാൻ മകനാണെന്ന് പറയുന്നത് അവർക്കിപ്പോൾ കുറച്ചിലാണ്. അവരുടെ അന്തസ്സിന് കളങ്കമാണ്. അതുകൊണ്ടാണ് അവരെന്നോട് ഈ പ്രവൃത്തി ചെയ്തത്. പക്ഷേ എനിക്ക് വേണ്ടതെല്ലാം ശ്രീനിലയത്തിലുണ്ട്. അത് ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ പോകും ശ്രീനിലയത്തിലേക്ക്. എനിക്കവിടെ പോകണം, പോകാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം അതെന്താ നിനക്ക് മാത്രം സ്വന്തമായിട്ടുള്ളത് എന്ന് ചോദിച്ചു ഈ രഞ്ജിത. ആ വീടിൻ്റെ അവകാശമാണോ എന്നൊക്കെ ചോദിച്ചപ്പം പ്രതീക്ഷ ഒന്നും മിണ്ടുന്നില്ല. അതൊക്കെ ഇപ്പോൾ സുമിത്രയുടേത് മാത്രമായി കഴിഞ്ഞുവെന്നും പറഞ്ഞ് അതൊക്കെ ഇപ്പോൾ അവരുടേത് മാത്രമാണെന്നൊക്കെ പറഞ്ഞു. ഇല്ല, അവരൊക്കെ എത്ര വിചാരിച്ചാലും അത് സ്വന്തമാക്കാൻ അവർക്ക് കഴിയില്ല എന്ന് നമ്മുടെ പ്രതീക്ഷ പറയാം. ഒരു ദിവസം ഞാനത് തിരിച്ചു വാങ്ങും എന്ന് പ്രതീക്ഷ. ഇവിടെ നിന്ന് ഇറങ്ങിയാ എനിക്ക് ശ്രീനിലയത്തിലേക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ പറയണം. എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവിടെ ഉള്ളത്, അതുകൊണ്ട് എനിക്കവിടെ പോകാതിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് തിരികെ ഇറങ്ങും എന്നേക്കുമായി എന്നും പറഞ്ഞ് പ്രതീക്ഷ. അന്ന് എന്നോടൊപ്പം എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള എല്ലാം ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളും നമ്മുടെ പ്രതീക്ഷ പറയുവാണേ. അന്ന് ശ്രീനിലയത്തിലുള്ള എല്ലാവരും കരയും. അമ്മയും അനിരുദ്ധും
എല്ലാവരും കരയിക്കും ഞാനെന്നൊക്കെ പറഞ്ഞു പ്രതീഷ്. അതൊക്കെ കേട്ട് രഞ്ജിത വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും അതും പറഞ്ഞ് നമ്മുടെ പ്രതീക്ഷ അകത്തേക്ക് കയറിപ്പോയി. രഞ്ജിത അന്നേരം തൊട്ട് ആലോചിക്കുക അതെന്താ വിലപിടിപ്പുള്ളത് എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ സുമിത്രയെയും അതുപോലെ ദീപുവിനെയും കാണിക്കുന്നത്. ദീപു അന്നേരവും തല മുമ്പിട്ട് തന്നെ ഇരിക്കുക കേട്ടോ, നേരെ നോക്കിയിട്ടില്ല. സുമിത്രയും ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ ഞാൻ ചേച്ചിയോട് ചെയ്തതെന്ന് എനിക്കറിയാം. ചേച്ചി എന്നോട് ക്ഷമിക്കില്ലെന്നും എനിക്കറിയാം. പണത്തിനോടുള്ള ആർത്തി കാരണം അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് എല്ലാം സുമിത്രയ്ക്ക് മുന്നിൽ ഏറ്റു പറയാം. അതിനുവേണ്ടി ബന്ധങ്ങളെല്ലാം ഞാൻ മറന്നു പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ചേച്ചി എന്നോട് പൊറുക്കണം, ചേച്ചി എന്നോട് പുറത്തെന്നൊരു വാക്ക് പറയുമ്പോൾ ദീപു, ജീവിതത്തിൽ നമ്മൾ എപ്പോഴും തോറ്റു പോകുന്നത് ഏത് സമയത്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. നമ്മൾ സ്വന്തമെന്ന് കരുതുന്നവർ നമ്മളെ ചതിക്കുമ്പോഴാണെന്നുള്ള കാര്യങ്ങൾ ഇതേ പറയുകയാണ് നമ്മുടെ സുമിത്ര. അത് കേട്ട് ദീപു ഇങ്ങനെ വല്ലാതിരിക്കുക. ആശ്രയിക്കാൻ ആരും ഇല്ലാതിരിക്കുന്ന ആ ഒരൊറ്റ നിമിഷത്തിൽ നമ്മൾ തീർന്നു പോകും. ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നത് പോലെ നമുക്ക് തോന്നും. ആ ഒരവസ്ഥയായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാനൊന്നും സാധിക്കില്ല. നീ എന്നെ ചതിച്ചു എന്നറിഞ്ഞപ്പോൾ അതേ മനോഭാവമായിരുന്നു എനിക്ക്. ശ്രീനിലയം, വീട്, എൻ്റെ മക്കള്, നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഓർമ്മകൾ എല്ലാം ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമാകും എന്നൊക്കെ സുമിത്ര അന്നേരത്തേനും പറഞ്ഞ്. പിന്നെ ഒരാൾ ജീവിതത്തിൽ ജയിക്കുന്നത് പകയും പ്രതികാരവും എന്നൊന്നുകൊണ്ട് മാത്രമല്ല, ക്ഷമ കൊണ്ടുകൂടിയാണെന്നുള്ള കാര്യം നമ്മുടെ സുമിത്ര അന്നേരം പറയണു. ഒരേ വയറ്റിൽ പിറന്ന നിന്നോട് ഞാൻ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് മറ്റാരാടാ നിന്നോട് ക്ഷമിക്കുന്നത്? എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ നിന്നോട് പറയാനായിട്ടുള്ളൂ. മദ്യം അതൊന്നിനും ഒരു പരിഹാരമല്ല ദീപു. നീ അത് മദ്യപിച്ച് ജീവിതം നശിപ്പിക്കുന്നത് നീ അവസാനിപ്പിക്കണം എന്നുള്ള കാര്യം പറയുന്നു ചേച്ചി. ഈ കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകണമെന്ന് പറയണം. ചിത്രയ്ക്കും അപ്പുവിനും നിനക്കും സമാധാനം നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകണം. അതിന് നീ ഒരു തടസ്സമാകരുത്. ഈ ചേച്ചിക്ക് അത് മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് അനിയനെ ഉപദേശിച്ചു കൊടുക്കുക സുമിത്ര. അന്നേരത്തേക്കും ദീപു ഇങ്ങനെ തൊട്ടരികിൽ നിന്ന് ഭയങ്കര വിഷമം ഇങ്ങനെ കാണിക്കുക കേട്ടോ. അങ്ങനെ ചേച്ചി അനിയനും കൂടെ അവിടുന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ചെയ്തതെല്ലാം എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ചേച്ചി, പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല, അവരെന്നെ തള്ളി പറയുക അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് പണം. കുടുംബത്തെയും ബന്ധങ്ങളെയും ഒക്കെ വിട്ട് പണത്തിന് പിന്നാലെ കൂടിയവരെല്ലാം തോറ്റുപോയിട്ടേ ഉള്ളൂ. അത് നീ മനസ്സിലാക്കണം മോനെ. നീ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. അതുമാത്രമേ നിനക്ക് നിന്നോട് എനിക്ക് പറയാനുള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ചേച്ചി, അവരെല്ലാവരും എന്നെ അകറ്റി നിർത്തുക, അവരുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ അകന്നു പോയി, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ചേച്ചി എന്നും പറഞ്ഞ് അവർക്ക് എന്നെ വേണ്ട, അവരെന്നോടൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും എന്നെ ചേർത്ത് നിർത്തും. അപ്പോൾ അവരെന്നെ സ്നേഹിച്ച് കൂടെ നിർത്താൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ചേച്ചി ഒന്ന് ചെയ്യണം, ചേച്ചി ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞു. ജയിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, അതിന് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സുമിത്ര ഓരോന്ന് അനുജന് പറഞ്ഞു കൊടുത്ത് അനുജന് ഉപദേശങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ജീവിതത്തിൽ വിജയിക്കാനുള്ള വഴികളൊക്കെ അനിയന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ മാപ്പ് ചേച്ചി മാപ്പെന്നും പറഞ്ഞുകൊണ്ട് കയ്യേലോ കാലേലൊക്കെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ദീപു ഇങ്ങനെ അവിടെ നിൽക്കുന്നു. സമയം ചിത്ര അവിടെ ചായ എടുക്കുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മുടെ പൂജ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇതൊന്നും എൻ്റെ തെറ്റല്ല, ദീപേട്ടൻ സ്വയം ചെയ്തു കൂട്ടിയതാണെന്നൊക്കെ ചിത്ര പറയാം. ഇങ്ങനെ മുന്നോട്ട് പോകാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്നും ഒന്നെങ്കിൽ മദ്യപാനം നിർത്തണം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോനെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോകുമെന്നൊക്കെ പറഞ്ഞപ്പം കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ന് പൂജ നേരം പറയാം. അമ്മയെല്ലാം സംസാരിച്ച് ശരിയാക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പം സംസാരിച്ചാലും ഇല്ലെങ്കിലും ഇനി സഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മുടെ ചിത്ര പറയണു. അപ്പോഴത്തേക്ക് സുമിത്ര അടുക്കളയിലേക്ക് കയറി വന്നു. സുമിത്ര വന്നിട്ട് ചിത്രേ എനിക്കൊന്നും അറിയില്ല ചേച്ചി, ഞാൻ മടുത്തു എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോഴേക്കും സുമിത്ര ഇങ്ങനെ ചിത്രയോട് സംസാരിക്കാനുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.